തെന്നിന്ത്യയിൽ റിലീസുകൾ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ഇപ്പോഴെത്തിയ ഒരു റിലീസ് ചിത്രം തെന്നിന്ത്യയിൽ വലിയ ആവേശമായി മാറുകയാണ്. മറ്റാരുടെയുമല്ല, തമിഴകത്തിന്റെ സ്വന്തം ദളപതിയുടെ ഗില്ലി തന്നെ. 20 വർഷം മുന്നേ റിലീസായ ഗില്ലിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് അന്ന് കിട്ടാത്തവരും വീണ്ടും അത് ആസ്വദിക്കാൻ എത്തിയവരും ഉൾപ്പെടെ വലിയ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു തിയേറ്റർ. ആരാധകരുടെ ആവേശം മാത്രമല്ല, റിലീസ് ഓപ്പണിംഗ് ഡേ കളക്ഷനിൽ പുതിയ റെക്കോർഡും ഇട്ടിരിക്കുകയാണ് ഗില്ലി. എന്തിനേറെ പറയുന്നു, സ്റ്റൈൽ മന്നൻ രജനീകാന്ത് അതിഥി വേഷത്തിലെത്തിയ ലാൽ സലാം എന്ന ചിത്രത്തിന്റെ ഓപ്പണിംഗ് ഡേ കളക്ഷനേക്കാളും ഗില്ലി നേടിയിട്ടുണ്ട്. சூப்பரான தளபதி புது படம் 2004 தியேட்டர்ல பார்த்தோம். அதே கூஸ் பம்ப்ஸ் தான் இப்போ 20 இயர்ஸ் கழிச்சோம். சூப்பரா. പുതിയ ചിത്രങ്ങൾ ജനങ്ങളെ തിയേറ്ററിലേക്ക് ആകർഷിക്കാത്ത സമയത്ത് തിയേറ്റർ വ്യവസായത്തെ വീഴാതെ പിടിച്ചു നിർത്തുന്നതിൽ തമിഴകത്ത് റിലീസുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ പല റിലീസുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വിജയുടെ ഗില്ലി തിയേറ്ററുകളിലെത്തിയപ്പോൾ വലിയ ഓളമാണ് ഉണ്ടാക്കുന്നത്. ഗില്ലി എന്ന വിളിപ്പേരുള്ള ശരവണവേലു എന്ന കഥാപാത്രമായി വിജയ് നിറഞ്ഞാടിയിട്ട് ഇപ്പോൾ 20 വർഷങ്ങൾ കഴിഞ്ഞു. ഇത്ര വർഷങ്ങൾക്കിപ്പുറവും ഗില്ലി തീർത്ത ആവേശത്തിന് ഒട്ടും കുറവ് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഇരട്ടിയായി റിലീസിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഓപ്പണിംഗ് ഡേയിൽ തന്നെ 8 കോടി കടന്നിട്ടുണ്ട് ഗില്ലി. വെള്ളിയാഴ്ചത്തെ പ്രിവ്യൂ ഷോയുടെ കളക്ഷൻ ഉൾപ്പെടെയുള്ള കണക്കാണിത്. ഇന്ത്യൻ റിലീസുകളിൽ ആദ്യ ദിനം ഏകദേശം 4 കോടി നേടിയ ബിസിനസ്മാൻ, ഖുഷി എന്നീ ചിത്രങ്ങളെ പിറകിലാക്കിക്കൊണ്ടാണ് ഗില്ലി റിലീസ് ഈ നേട്ടത്തിലെത്തിയത്. 2004 ധരണിയുടെ സംവിധാനത്തിൽ ഗില്ലി പ്രദർശനത്തിനെത്തിയത്. റൊമാൻറ്റിക്, സ്പോർട്സ്, ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ വിജയും തൃഷയും ഒന്നിച്ചെത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് എക്കാലത്തെയും ഹിറ്റ് ജോഡികളെയായിരുന്നു. ധനലക്ഷ്മിയെയും വേലുവിനെയും അത്രയധികം നെഞ്ചിലേറ്റിയിരുന്നു പ്രേക്ഷകർ. കൂടാതെ ഇന്നും മീമുകളിലും ട്രോളുകളിലും നിറഞ്ഞു നിൽക്കുന്ന വില്ലനാണ് മുത്തുപ്പാണ്ടി. എൻ ചെല്ലം എന്ന് വിളിച്ചുകൊണ്ടെത്തിയ പ്രകാശ് രാജിലെ വില്ലനെ ഇന്നും ആഘോഷിക്കുകയാണ് തെന്നിന്ത്യ. റിലീസായ ലോകത്തെങ്ങുമുള്ള തിയേറ്ററുകളിൽ നിന്നുള്ള ആഘോഷ വീഡിയോകൾ എടുത്തു നോക്കുമ്പോൾ കാണാം ഗില്ലിയിലെ പാട്ടുകളുടെ ഇന്നും ചോരാത്ത ആവേശം. വിദ്യാസാഗറിന്റെ മ്യൂസിക്കിൽ എത്തിയ പാട്ടുകളെല്ലാം അന്നും ഇന്നും എപ്പോഴും ട്രെൻഡിങ് ആണ്. അപ്പടിപ്പോട്, അർജുനൊരു വില്ല്, കൊക്കരക്കോ തുടങ്ങിയ പാട്ടുകൾ ഇപ്പോൾ റിലീസിലടക്കം തിയേറ്ററുകളിൽ തീർക്കുന്നോളം ചെറുതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ 2003 ഇറങ്ങിയ ഒരു തെലുങ്ക് സിനിമയുടെ റീമേക്കാണ് ഗില്ലി. ഒക്കടു എന്നാണ് ഒറിജിനൽ സിനിമയുടെ പേര്. മഹേഷ് ബാബു, ഭൂമിക ചൗള എന്നിവരായിരുന്നു ഒക്കടുവിൽ നായികനായകന്മാരായി എത്തിയത്. സാധാരണ റീമേക്കുകൾ ഒറിജിനലിനേക്കാൾ ഹിറ്റ് ആകാറൊന്നുമില്ലാതിരുന്ന ആ കാലത്ത് ഒറിജിനൽ പടത്തിന് വെല്ലുന്ന തരത്തിലാണ് ഗില്ലി എത്തിയത്. ഇപ്പോൾ 2ാം ദിനത്തിലെ ആവേശം കാണുമ്പോൾ ഗില്ലി റിലീസ് പല പുതിയ റെക്കോർഡുകളും ഭേദിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം കളക്ഷനിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നത് ദളപതിക്ക് പുത്തരിയൊന്നുമല്ല. അവസാനം ഇറങ്ങിയ ലോകേഷിന്റെ ചിത്രം ലിയോയിൽ വിജയ് നായകനായി എത്തിയപ്പോൾ പല കളക്ഷൻ റെക്കോർഡുകളും മറികടന്ന് 620 കോടിയിലധികം നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. അപ്പോൾ പഴകുന്തോറും വീര്യം കൂടുന്ന ഗില്ലിയുടെ 2ാം വരവിന്റെ കാര്യം ഊഹിക്കാമല്ലോ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.